യെസ് മക്കളെ, അങ്ങനെ നമ്മുടെ 7ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് എക്സാം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. യെസ്, അപ്പൊ നമുക്ക് സോഷ്യൽ സയൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഓടിപ്പോയിട്ട് വേഗം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വന്നോളൂ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ, എല്ലാം പക്ക എഴുതിയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കാം, നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് തന്നിരുന്നത്. ഈ 6 ക്വസ്റ്റ്യനും അതേപോലെ തന്നെ അതിന്റെ സബ് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ചില ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഉണ്ട്, A, B ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. എന്തായാലും മിസ് എല്ലാ ഓപ്ഷൻസും പറയുന്നതാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത്? ഒരു കോൺസെപ്റ്റ് മാപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ അഗ്രികൾച്ചറൽ സിസ്റ്റം ഓഫ് ദ മുഗൾ റൂൾ അല്ലെ. മുഗൾ റൂളിന്റെ ഈ തന്നിരിക്കുന്ന കോൺസെപ്റ്റ് മാപ്പ് ഉപയോഗിച്ച് നിങ്ങളോട് മുഗൾ റൂളിന്റെ അഗ്രികൾച്ചറൽ സിസ്റ്റത്തിനെ കുറിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? അഗ്രികൾച്ചറൽ സിസ്റ്റത്തിനെ കുറിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മേജർ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഏതൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ തന്നെ ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്, ദെൻ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ്. ഈ 3 കണ്ടന്റുകളാണ് പ്രധാനമായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെ. യെസ്, ദെൻ അടുത്തത് അതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ബി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി കറക്റ്റ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇവിടെ മുഗൾ സിറ്റീസും അതേപോലെ തന്നെ പ്രസന്റ് കൺട്രീസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഇതിലെ ABCDയിൽ ഏതാണെന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ബി ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് പ്രിപ്പയർ ചെയ്യാനായിരുന്നു. നോക്കുക, അഗ്രികൾച്ചറൽ ഇൻ മുഗൾ പീരീഡ്, മുഗൾ കാലഘട്ടത്തിലെ അഗ്രികൾച്ചർ, മേജർ അഗ്രികൾച്ചർ ക്രോപ്സ് ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഹിന്റ് അല്ലെ. ദ മെയിൻ ക്രോപ്സ് വേർ ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട ക്രോപ്സ് വീറ്റ്, റൈസ്, barley, gram, sugarcane, cotton and indigo were the major agricultural crops during the Mughal period. Cash crops like cotton, indigo were also for encouraging the trade. ഇത്രയാണ് നമുക്ക് മേജർ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ കുറിച്ച് അവിടെ പറയാനുള്ളത്. ദെൻ അടുത്ത് നോക്കുക, ഓണർഷിപ്പ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് അല്ലെ. ലാൻഡ് ബിലോങ്സ് ടു മെയിൻലി ടു ദ എംപറർ അല്ലെ. ലാൻഡ് പ്രധാനമായിട്ടും ആരിലേക്കാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് മെയിൻലി ബിലോങ് ടു ദി എംപറർ. ഫാർമേഴ്സ്, ദാറ്റ് ഈസ് പെസൻസ്, വർക്ക്ഡ് ഓൺ ദ ലാൻഡ് ആൻഡ് പെയ്ഡ് ലാൻഡ് റവന്യൂ അല്ലെ. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ലാൻഡിൽ ഫാർമേഴ്സ് അഥവാ പെസൻസ് ആ ലാൻഡിൽ പണിയെടുക്കുകയും അതിന് റവന്യൂ അഥവാ ടാക്സ് കൊടുക്കുന്നുണ്ട്. സെമീന്ദാസ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയേറ്ററീസ് ടു കളക്ട് ദ റവന്യൂ. ഈ റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഇന്റർമീഡിയേറ്ററീസ്, ഇടനിലക്കാരായിട്ട് വർക്ക് ചെയ്യുന്നത് സെമീന്ദാർസ് ആണ്. ഇതാണ് നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിന്റെ ഓണർഷിപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ദെൻ അടുത്ത് നോക്കാം, അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ് അല്ലെ. ഫാർമേഴ്സ് യൂസ്ഡ് ട്രഡീഷണൽ ടൂൾസ്. മോസ്റ്റ്ലി മുഗൾ പീരീഡിൽ അവർ ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ടൂൾസ് ആണ് അല്ലെ. എന്തൊക്കെയാണ് ഈ ട്രഡീഷണൽ ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വുഡ്, ബുള്ളോക്സ് ഓഫ് പ്ലഫിംഗ്, സിക്കിൾസ്, അതേപോലെ തന്നെ ഇറിഗേഷൻ സിസ്റ്റംസ് ലൈക്ക് വെൽസും കനാൽസ് ഒക്കെയാണ് ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ എസ്സേയില്, അതായത് എസ്സേ ഇൻ ദ സെൻസ് ഒരു ഷോർട്ട് നോട്ട് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിൽ ഇത് 3ഉം ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അതിന്റെ ബി ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ഓർഡർ ആണെന്ന് അല്ലെ. നോക്കുക, ദക്ക ഇന്നത്തെ ബംഗ്ലാദേശ് ആണ്. ദെൻ മുർഷിദാബാദ് ഇന്ത്യയാണ്. ലഹോർ ഏതാണ്? പാകിസ്ഥാൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ 1 C, 2 A, 3 B. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നതാണ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഇവിടെ നിങ്ങൾക്ക് 2Aയും 2Bയും അല്ലെ. ഒന്നില്ലെങ്കിൽ രണ്ടാമത്തെ A ഓപ്ഷൻ A സെറ്റ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ B സെറ്റ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്കുക, A സെറ്റിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് Vijayanagara kingdom was one of the major kingdoms that existed in South India during the medieval period അല്ലെ. medieval കാലഘട്ടങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കിങ്ഡം ആണ് വിജയനഗര എന്നുള്ളത്. Then complete the given list by identifying the features related to വിജയനഗര അഡ്മിനിസ്ട്രേഷനെ റിലേറ്റ് ചെയ്ത് ജുഡീഷ്യൽ സിസ്റ്റം, മിലിറ്ററി സിസ്റ്റം എന്ന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവിടെ ഒരു 1, 2 അങ്ങനെ 2 പോയിന്റ്സ്, അതായത് ഓരോന്നിനും 2 പോയിന്റ്സ് വീതം 4 പോയിന്റ്സ് കൂടി നിങ്ങളോട് എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കിയാലോ. നോക്കിക്കോളൂ, ജുഡീഷ്യൽ സിസ്റ്റത്തെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. ദ അപ്പലേറ്റ് അതോറിറ്റി വാസ് ദ കിങ്. ജുഡീഷ്യൽ സിസ്റ്റത്തിലെ അപ്പലേറ്റ് അതോറിറ്റി കിങ് ആണ്.
The king was the highest court of appeal and gave the final judgment. King was the highest court of appeal. Then അടുത്തത് severe punishments were given for the crimes like theft, murder, അതേപോലെ betrayal പോലുള്ള ക്രൈംസിന് കുറ്റങ്ങൾക്ക് വളരെ സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ്സ് തന്നെ കൊടുക്കാറുണ്ട് എന്നുള്ളതും കൂടി പറയാനുണ്ട്. Then military system എന്താണ്? The military commanders were known as അമർ നായകാസ് എന്നറിയപ്പെടുന്നുണ്ട്. They were granted land in returns of gaining troops and horses. അല്ലെ ഗ്രാൻഡ് ആണ് അവർക്ക് ലാൻഡ് ആണ് അവർക്ക് ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നത് അല്ലെ ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്ന ലാൻഡ് ആണ്. Then Vijayanagara army consisted of infantry, cavalry, അതേപോലെ elephants and artillery. ഇത്രയും കാര്യങ്ങൾ ഈ വിജയനഗര ആർമിയിൽ ഇൻക്ലൂഡഡ് ആണ്, കൺസിസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് 3 പോയിന്റ്സ് 6 പോയിന്റ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും രണ്ടെണ്ണം വീതം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിലോട്ട് എഴുതാം, നോ പ്രോബ്ലം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. For administrative convenience, the country was divided into various levels. കൺട്രിയെ പല ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ഓർഡർ? ABCD. നമ്മളിത് പഠിച്ച ടൈമിൽ മിസ് ക്ലാസ്സിൽ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചല്ലേ? മണ്ഡലവും നാടുകളും സ്ഥലങ്ങളും ഗ്രാമങ്ങളും വിജയനഗരത്തിന്റെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഒരു പാട്ട് പോലെ ഒരു വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ നമ്മളിത് പഠിച്ചതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. എത്ര പേര് കറക്റ്റ് ആക്കിയവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ. യെസ്. ദെൻ ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ബി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിംഗ് ദ വിജയനഗര പീരീഡ് the cultural life also made a great progress. അല്ലെ? Then mark the progress in the cultural life during this period in the table given below, that is architecture അതേപോലെ തന്നെ literature. രണ്ട് ടേബിൾ നിങ്ങളോട് തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Then B, arrange the information related to Vijayanagara kings and find the correct one and write it എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് വിജയനഗര റിലേറ്റ് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസ് 1, 2, 3 അതേപോലെ ABCD തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നേരെ റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതാണെന്നുള്ളത് എഴുതാം. എന്നിട്ട് ഈ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ കറക്റ്റ് വന്നതെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ നോക്കാം. ആർക്കിടെക്ചർ എങ്ങനെയാണ്? ആർക്കിടെക്ചറിന്റെ പ്രത്യേകത എന്താണ്? ടെമ്പിൾസ് ഉണ്ട്, ഗോപുരംസ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, മോണുമെന്റ്സ് ലൈക്ക് ഹംപി അല്ലെ? ലിറ്ററേച്ചറിൽ വരുമ്പോ വർക്ക്സ് ഇൻ സാൻസ്ക്രിറ്റ്, തെലുങ്കു, കന്നഡ ആൻഡ് തമിഴ് അല്ലെ? കൃഷ്ണദേവരായയുടെ അമുക്തമാല്യനടക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ ബി നോക്കാം. ബി കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1D2C. ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഏതാണ്? ബി ആണ്. ഇവിടെ നേരെ എഴുതിയിട്ടുണ്ട്. തുളുവ ഡിനസ്റ്റി, കൃഷ്ണദേവരായ, സംഗമ ഡിനസ്റ്റി, ഹരിസ്കര ബുക്ക, ദെൻ സലുവ, നരസിംഹ സലുവ, ദെൻ അരവിഡൂർ ഡിനസ്റ്റി, തിരുമല. ഇത്രയാണ് വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. യെസ്. ദെൻ നോക്കിക്കേ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടടാ. ഒന്നില്ലെങ്കിൽ 3A അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 3B അറ്റൻഡ് ചെയ്യുക അല്ലെ? 3A നമ്മള് എക്സാമിന്റെ മുന്നേയുള്ള ലൈവിന് മിസ് ദാദിദി പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വന്നതായിരുന്നു. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് അബൌട്ട് ദ ഭക്തി സൂഫി മൊമെന്റ്സിനെ കുറിച്ച് അല്ലെ? എത്ര പേര് പക്ക ഇത് ചെയ്തു? എത്ര പേര് ചെയ്തു? ഇതാ ഇവിടെ നമുക്ക് ആൻസർ ഉണ്ട്, നോക്കാം. കബീർ ദാസ്. ദോഹ വരുമ്പോൾ ആരാണ്? കബീർ ദാസ് ആണ്. അതേപോലെ തന്നെ അമീർ ഖുസ്രോ, ദെൻ ഫൗണ്ടഡ് വീരശൈവ മൂവ്മെന്റ് ബസവണ്ണ, ഗുരു നാനക്, ലംഘാർ. എത്ര പേര് കറക്റ്റ് ചെയ്തു? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഫില്ല് ചെയ്യാനാണ് നിങ്ങളോട് ചോദിച്ചത്. ദെൻ ബി നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ മൂവ്മെന്റ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ഇവിടെ ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് വൺ? നോക്കാം. Sufism is an Islamic devotional movement originated in Central Asia എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ സിറ്റുവേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ എ സെറ്റിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നോക്കിക്കേ ബി നോക്കാം. നോട്ട് ദിസ് ഹിൻസ് റിലേറ്റഡ് ടു ഭക്തി മൂവ്മെന്റ്. ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഹിൻസ് നിങ്ങൾക്ക് 2 ക്ലൗഡ് ആയിട്ട് തന്നിരിക്കുകയാണ് അല്ലെ? നോക്കാം. ഡ്യൂറിംഗ് ഭക്തി മൂവ്മെന്റ് പീരീഡ് women were more recognized to the society. The vernacular languages got more importance in the Bhakti movement period എന്നുള്ളതാണ് the A question ചോദിച്ചിരിക്കുന്നത്. Prepare a note evaluating the progress in the social sphere during this Bhakti moment എന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് ഒരു ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. And B, find and write the correct prayer related to
നയനാർസ് ആൻഡ് ആൾവാർസ് അല്ലെ, നയനാർസ് ആൻഡ് ആൾവാർസിനെ കുറിച്ച് കറക്റ്റ് പെയർ ഈ ABCD ചൂസ് ചെയ്യാനാണ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, സബ് ബി. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ നോട്ട് മിസ് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ. Women saints like Mirabai, Akka Mahadevi gained more importance than vernacular languages എന്ന് പറയുമ്പോൾ തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി, മറാത്തി ഇതെല്ലാം ഫ്ലറിഷ്ഡ് ആണ്. Then they promoted equality, devotion over rituals and reduced the caste barriers എന്നുള്ളതാണ് അല്ലെ. അപ്പൊ മൂന്ന് പോയിന്റുകളാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് വരുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ചെറിയൊരു നോട്ട് പോലെ എക്സാമിന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. Then B നോക്കുക, കറക്റ്റ് പെയർ റിലേറ്റിംഗ് ടു നയനാർസ് ആൻഡ് ആൾവാർസിനെ റിലേറ്റ് ചെയ്തു വരുന്ന കറക്റ്റ് പെയർ ഏതാണ്? തിരുമുറൈകൾ 4000 ദിവ്യ പ്രബന്ധമാണ് കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ലീവ് ഇൻ ദ സൊസൈറ്റി വിത്തൗട്ട് ഫിയർ ആൻഡ് സെക്യൂരിറ്റി അല്ലെ. ഫിയറും സെക്യൂരിറ്റിയും ഇല്ലാതെ, ഫിയറും സെക്യൂരിറ്റി അതായത് പേടിയോ സുരക്ഷതയോ, അതായത് പൂർണ്ണ സുരക്ഷിതത്തോടു കൂടിയും അതേപോലെ ഭയമില്ലാതെയും സൊസൈറ്റിയിൽ ജീവിക്കുക എന്നുള്ളത് എല്ലാ കുട്ടികളുടെയും റൈറ്റ്സ് ആണ് അല്ലെ. നമ്മൾ ആരെയും ഭയക്കാനോ പേടിക്കാനോ ഒന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സെക്യൂർ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എനി 2 laws implemented by the government for the protection of students. കുട്ടികളുടെ അല്ലെങ്കിൽ ചിൽഡ്രൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഗവൺമെന്റ് സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന 2 laws എഴുതാനാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വെരി സിമ്പിൾ. Then B നോക്കുക, prepare some question for an interview with a legal expert on the topic ചിൽഡ്രൻ ആൻഡ് ലോ അല്ലെ. ചിൽഡ്രൻ ആൻഡ് ലോ എന്ന ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ഒരു ലീഗൽ എക്സ്പേർട്ടിനോട് നിങ്ങൾ ചോദിക്കുന്ന, അതായത് നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ലീഗൽ എക്സ്പേർട്ടിനോട് നിങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. യെസ് നോക്ക, ഇവിടെ മിസ് രണ്ട് നിയമങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 2009 അല്ലെ, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് പോസ്കോ ആക്ട് ഓഫ് 2012 ഇത് രണ്ടുമാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ 2 നിയമങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. Then some sample interview questions ഒരു 3 ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, ഞാനാണെങ്കിൽ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മേജർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചൈൽഡ് പ്രൊട്ടക്ഷൻ ലോസ് ഏതൊക്കെയാണ്? ഹൗ ഡസ് ദ ഗവൺമെന്റ് എൻഷുർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദീസ് ലോസ്? ഈ ലോസിന്റെ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം ഗവൺമെന്റ് എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then നോക്ക അടുത്തത്, what steps can society taken to prevent child exploitation? ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷനെ പ്രിവെന്റ് ചെയ്യാൻ സൊസൈറ്റി എന്തെല്ലാം സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ബി വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇതേപോലെ മീനിങ് വരുന്ന രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ദെൻ നോക്കിക്കട 5ാമത്തെ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ അല്ലെ. നമ്മളിതാ ഈ പിക്ചർ ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചർ ആഡ് ചെയ്ത് വെച്ച് പഠിച്ചിട്ട് പോയതാണ്. നോക്കാം, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് are as important as fundamental rights അല്ലെ. എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. Then അതിന്റെ ബി, പ്രിപ്പയർ 2 placards 2 placards പ്രിപ്പയർ ചെയ്യുക ഫോർ എ റാലി ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ സെലിബ്രേഷൻ ഓൺ November 26th. നിങ്ങളോട് 2 പ്ലക്കാർഡ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. സി നോക്കാം, വിച്ച് കോഡ് ഓഫ് ലോ വാസ് ഫോളോഡ് ഇൻ അവർ കൺട്രി till it became republic അല്ലെ. ഏത് ലോ ആണ് ഫോളോ ചെയ്തിരുന്നത്? യെസ്, നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദ ഗീവ് ദ ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. ദെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്? റിമൈൻഡ്സ് ദ സിറ്റിസൺസ് ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റി. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സിറ്റിസൺസ് ടു പ്രൊട്ടക്ട് ദ നേഷൻ, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ ആണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ഫ്രീഡം ആൻഡ് ഈക്വാലിറ്റി. ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അവർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ നേഷൻ, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ ആണ്. Then rights and duties are complementary. One cannot exist without the other അല്ലെ. രണ്ടും എങ്ങനെയാണ്? കോംപ്ലിമെന്ററി ആണ്. ഡ്യൂട്ടീസ് ഉണ്ടെങ്കിലേ റൈറ്റ്സ് ഉണ്ടാവുള്ളൂ, റൈറ്റ്സ് ഉണ്ടെങ്കിലേ ഡ്യൂട്ടീസ് ഉണ്ടാവുള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട് അല്ലെ. ഒന്നില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവില്ല. യെസ്, അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതാണ്. കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. ദെൻ അതിന്റെ ബി നോക്കാടാ, പ്ലക്കാർഡ്സ് ആണ്. നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും പ്ലക്കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് മിസ്സിന്റെ വിശ്വാസം. നല്ല കളർഫുൾ ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ചെയ്തോ? യെസ്, അപ്പൊ അതിന്റെ കണ്ടന്റ്സ് ആണ് മിസ് ആഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം, പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊട്ടക്ട് ദ ഡെമോക്രസി. കണ്ടോ, പ്രൊട്ടക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊട്ടക്ട് ഡെമോക്രസി ഒരു കണ്ടന്റ് ഞാൻ ആഡ് ചെയ്തത്.
റൈറ്റ്സ് വിത്ത് ഡ്യൂട്ടീസ് മേക്ക് us റെസ്പോൺസിബിൾ സിറ്റിസൺസ് അല്ലെ. ഇങ്ങനെ രണ്ട് കണ്ടന്റ് ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മീനിങ് വരുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കണ്ടന്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ സെലിബ്രേഷൻ ഓൺ നവംബർ 26 അല്ലെ, നവംബർ 26-ാം തീയതി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ സെലിബ്രേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 പ്ലക്കാർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദെൻ നോക്കാം സിയുടെ ആൻസർ ഏതാണ് വരുന്നത് നോക്കിക്കേ. സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് 1935 അല്ലെ. സി നോക്കാം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് 1935 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. There are many factors that causes marginalization അല്ലെ. മാർജിനലൈസേഷൻ അല്ലെങ്കിൽ അരികുവൽക്കരണം ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ 2 കുട്ടികളെ തന്നിട്ടുണ്ട്. യെസ്, നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന എ നോക്കാം. You have observed these 2 cases അല്ലെ. ഈ 2 കേസസ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. What type of marginalization they related to? ഏത് തരത്തിലുള്ള മാർജിനലൈസേഷനിലാണ് ഇവർ 2 പേരും റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഒരു എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. Then B നോക്കാം. What suggestions can you put forward to defend marginalization in such situations? ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ എന്തെല്ലാം സജഷൻസ് ആണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്? നോക്കാം. ഫസ്റ്റ് കുട്ടി നിധിയാണ്. നിധി വീൽ ചെയറിലൂടെ സഞ്ചരിക്കുന്ന ഒരു കുട്ടിയാണ്. അത് ഡിസബിലിറ്റി അല്ലെ, വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയാണ്. സോ അത്തരത്തിലുള്ള ഒരു മാർജിനലൈസേഷൻ ആണ് ആ കുട്ടി ഫേസ് ചെയ്യുന്നത്. 2 മറൂഫ മൈഗ്രേറ്റഡ് ഫ്രം ആസാമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. റീജിയണൽ അഥവാ ലിംഗ്വിസ്റ്റിക് അല്ലെ, ഭാഷാ അടിസ്ഥാനത്തിലുള്ള കൾച്ചർ, അവരുടെ സംസ്കാരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അരികുവൽക്കരണം അല്ലെങ്കിൽ മാർജിനലൈസേഷൻ ആണ് ആ കുട്ടി ഫേസ് ചെയ്യുന്നത്. എന്തെല്ലാം സജഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്നത്? മാർജിനലൈസേഷൻ provides inclusive education and opportunities for differently abled children അല്ലെ. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസും അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. ഇംപ്ലിമെന്റ് ആന്റി ഡിസ്ക്രിമിനേഷൻ ലോ സ്ട്രിക്ട്ലി അല്ലെ, ആന്റി ഡിസ്ക്രിമിനേഷൻ ലോസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൊമോട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സ് സെലിബ്രേറ്റ് ആൻഡ് ഡിഫറെന്റ് കൾച്ചേഴ്സ് അല്ലെ. നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? പല സംസ്കാരങ്ങളും പല കൾച്ചേഴ്സും ഫോളോ ചെയ്യാനും ആഘോഷിക്കാനും അതേപോലെ തന്നെ അതിൽ പങ്കെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ദെൻ റേസ് അവയർനെസ് അബൌട്ട് ഈക്വാലിറ്റി ആൻഡ് എംപതി അല്ലെ. നമുക്ക് വേണ്ടത് ഈക്വാലിറ്റി എംപതിയെ കുറിച്ച് കൂടുതൽ അവയർനെസ് റേസ് ചെയ്യാം. ദെൻ എൻഷുർ ആക്സസിബിലിറ്റി ഇൻ സ്കൂൾസ്, ട്രാൻസ്പോർട്ട് ആൻഡ് വർക്ക് പ്ലേസ്. സ്കൂളുകളിലും അതേപോലെ തന്നെ പബ്ലിക് ഗതാഗതം അല്ലെ, ട്രാൻസ്പോർട്ടിലും വർക്ക് പ്ലേസിലെല്ലാം ഇവർക്കൊക്കെ ഈക്വൽ ആയിട്ടുള്ള ആക്സസ് കൊടുക്കുക എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഇത്രയും സജഷൻസ് ആണ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടേതായ സജഷൻസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ അങ്ങനെ 6 ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. അതിൽ 1-2 എണ്ണത്തിന് നിങ്ങൾക്ക് ഓപ്ഷൻ എ, ബി എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി എന്നാണ് മിസ്സിന്റെ വിചാരം. യെസ്, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോ ഓക്കെ, ബൈ.